ഹലോ കുഞ്ഞുങ്ങളെ, നമുക്കിന്ന് അരിത്തമെറ്റിക് സീക്വൻസസിൻ്റെ റിവിഷനാണേ. നമുക്ക് അടുത്ത് ഈ ഫസ്റ്റ് ടേം എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു റിവിഷൻ. ഓക്കെ, അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസസ് ഏറ്റവും ഈസി ആയിട്ട് വരുന്ന ഒരു ചാപ്റ്ററാണ് അരിത്തമെറ്റിക് സീക്വൻസസ്. നിങ്ങൾക്കറിയാം അല്ലേ? നമ്പർ സീക്വൻസസ് നമ്മളെപ്പോഴും നോക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ 1 2 3 4 5 ഉണ്ടോ, ഇതൊരു സീക്വൻസാണ്. അതുപോലെ ഈവൻ നമ്പേഴ്സ് 2 4 6 8 എക്സെട്ര ഇതൊക്കെ എന്തോ സീക്വൻസ് ആണ് അല്ലേ? ഓഡ് നമ്പേഴ്സ് 1 3 5 7 എക്സെട്ര. ഓക്കെ, ആൻഡ് മൾട്ടിപ്പിൾസ് ഓഫ് 3 3 6 9 12 എക്സെട്ര. അപ്പോൾ ഇതൊക്കെ എന്താണ്? നമ്പർ സീക്വൻസസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസസ് എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്ത് പോവുകയോ സബ്ട്രാക്റ്റ് ചെയ്ത് പോവുകയോ ചെയ്യുന്ന രീതിയിലുള്ള സീക്വൻസസ് ആണ് എന്തോന്ന്? അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ x1 x2 x3 എക്സെട്ര ഇങ്ങനെ ടേംസ് ഇങ്ങനെ പോവുകയാണ്. ഓരോ നമ്മൾ ടേംസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്ത് പോകുന്നതും ആകാം, സബ്ട്രാക്റ്റ് ചെയ്തു പോകുന്നതും ആകാം. അതായത് ഇൻക്രീസിങ് സീക്വൻസസും വരാം, ഡിക്രീസിങ് സീക്വൻസസും വരാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വരുന്ന ആ ഒരു ഫിക്സഡ് നമ്പറുണ്ട്, അതിനെ പറയുന്ന പേരാണ് നിങ്ങൾക്കറിയാം കോമൺ ഡിഫറൻസ് അല്ലേ? അപ്പോൾ നമുക്കിതിൽ ആദ്യം ഓർക്കേണ്ട കാര്യം ഇത് തന്നെയാണ്. നമുക്ക് ഈ കോമൺ ഡിഫറൻസിന് എങ്ങനെയാണ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നതെന്ന്. ഓക്കെ, സോ വളരെ ഈസിയാണ്. ഡി ഇസ് ഈക്വൽ ടു നിങ്ങൾക്കറിയാം x2 മൈനസ് x1 അല്ലേ? സെക്കൻഡ് ടേമിൽ നിന്ന് നമ്മൾ മുന്നിലത്തെ ടേമിൽ നിന്നും തൊട്ട് പുറകിലത്തെ ടേം സബ്ട്രാക്റ്റ് ചെയ്യുക. x2 മൈനസ് x1 തന്നെ ചെയ്യണമെന്നില്ല, x3 മൈനസ് x2 ചെയ്യാം, ഇപ്പോൾ x10 മൈനസ് x9 എന്ന് ചെയ്യാം. തൊട്ട് മുന്നിലുള്ള ആളിൽ നിന്നും തൊട്ട് പുറകിലുള്ള ആളിനെ നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ചില എക്സാംസിനൊക്കെ നമുക്ക് ജസ്റ്റ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു സീക്വൻസ് തന്നിട്ട് ഇപ്പോൾ 3 7 11 എക്സെട്ര എന്ന് പറഞ്ഞൊരു സീക്വൻസ് തന്നിട്ട് ഇതിനകത്ത് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ബട്ട് നിങ്ങൾ ശ്രദ്ധിച്ചെഴുതുക, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും കോമൺ ഡിഫറൻസ് ഈക്വൽ ടു 7 മൈനസ് 3 ഈക്വൽ ടു 4 എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ 1 മാർക്കിന് ചോദിക്കാറുണ്ട്. കോമൺ ഡിഫറൻസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് കണ്ടോ, ഡി ഈസ് ഈക്വൽ ടു x2 മൈനസ് x1. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓരോ ടേംസ്. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേമിന് നമ്മൾ നോർമലി കൊടുക്കാറുള്ളൊരു ലെറ്ററാണ്. ഫസ്റ്റ് ടേമിന് നമ്മൾ എഫ് എന്ന് പറഞ്ഞൊരു ലെറ്റർ കൊടുക്കാനുണ്ട് അല്ലേ? അപ്പോൾ x1 എഫ് ആണെങ്കിൽ തൊട്ടടുത്ത ടേം x2 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഫസ്റ്റ് ടേമിനോടൊപ്പം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുന്നതായിരിക്കും അല്ലേ? അടുത്ത് x3 എന്ന് പറയുന്നത് ആക്ച്വലി s2നോടൊപ്പം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. അതായത് x2നോടൊപ്പം ഒരിക്കൽ ഡി ആഡ് ചെയ്തിട്ടുണ്ട്, ഇനി ഒരു പ്രാവശ്യം കൂടെ ഡി ആഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് കോമൺ ഡിഫറൻസ് ഫസ്റ്റ് ടേമിനോടൊപ്പം 2 പ്രാവശ്യം ആഡ് ചെയ്യുമ്പോൾ തേർഡ് ടേം കിട്ടും അല്ലേ? അപ്പോൾ x4 ആകുമ്പോഴോ ഫസ്റ്റ് ടേമിനോടൊപ്പം കോമൺ ഡിഫറൻസ് 3 പ്രാവശ്യം ആഡ് ചെയ്യണം. ഈ ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ഇപ്പോൾ ഒരു സീക്വൻസ് തന്നിട്ട് അതിൻ്റെ ഫസ്റ്റ് ടേമിനോടൊപ്പം എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ 15th ടേം കിട്ടും. മനസ്സിലായോ? അതായത് ഹൗ മെനി ടൈംസ് വി നീഡ് ടു add common difference ഞാൻ ഈ ക്വസ്റ്റ്യൻ എൻ്റെതായ ഇതിൽ എഴുതുന്നതാണ്. ഓക്കെ, വിത്ത് ദ ഫസ്റ്റ് ടേം ടു ഗെറ്റ് ദ 16th ടേം. കണ്ടോ, 16ാമത്തെ ടേം കിട്ടാനായിട്ട് നമ്മൾ എത്ര പ്രാവശ്യം ഫസ്റ്റ് ടേമിനോടൊപ്പം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണമെന്നാണ്. ഫസ്റ്റ് ടേമിനോടൊപ്പം 16ാമത്തെ ടേം കിട്ടാനായിട്ട് കോമൺ ഡിഫറൻസ് എത്ര പ്രാവശ്യം ആഡ് ചെയ്യണമെന്നാണ്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് വേണ്ടത് ആക്ച്വലി S16 ആണ് അല്ലേ? അപ്പോൾ 16ാമത്തെ ടേം കിട്ടണമെങ്കിൽ ഫസ്റ്റ് ടേമിനോടൊപ്പം 15 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ആക്ച്വലി 15 ആണ്. കണ്ടോ, ആക്ച്വലി ഇത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടു ഫൈൻഡ് ദ ഓൾജിബ്രൈക്ക് എക്സ്പ്രഷൻ, അതായത് ജനറൽ ടേം. ഓക്കെ, ഓൾജിബ്രൈക്ക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു പാറ്റേൺ തന്നെയാണ്. അപ്പോൾ നമുക്ക് മിക്കവാറും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് ഓൾജിബ്രൈക്ക് എക്സ്പ്രഷൻ ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഓക്കെ, അപ്പോൾ ഓൾജിബ്രൈക്ക് എക്സ്പ്രഷൻ ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമിനോടൊപ്പം ആക്ച്വലി ദിസ് ഈസ് xn
എക്സ് എൻ ആണ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം പ്ലസ്, കണ്ടോ നമുക്ക് ഓരോ ടേമും കണ്ടുപിടിക്കാൻ, കണ്ടോ ഇവിടെ ആണെങ്കിൽ ഡി ഇല്ല അല്ലേ, സെക്കൻഡ് ടേമിനായപ്പോൾ ഒരു പ്രാവശ്യം ഡി ആഡ് ചെയ്തു, തേർഡ് ടേം ആയപ്പോൾ 2 പ്രാവശ്യം ആഡ് ചെയ്തു, ഫോർത്ത് ടേം ആയപ്പോൾ 3 പ്രാവശ്യം ആഡ് ചെയ്തു, കണ്ടോ. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എന്ത് ടേം ആണ്, സോ വിച്ച് ഈസ് എഫ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി, എഫ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി ആണ് ഓൾജിബ്രൈക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ജനറൽ ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്, കണ്ടോ. എഫ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. ഇതിനെ ചിലപ്പോൾ നമുക്ക് സ്കൂളിൽ ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ടായിരിക്കും, എങ്ങനെയാ, എൻ ഡി പ്ലസ് എഫ് മൈനസ് ഡി എന്നും പറഞ്ഞിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ എഫ് മൈനസ് ഡി പ്ലസ് എൻ ഡി. ആക്ച്വലി ഇതിനെ ഡി നമ്മൾ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതുന്നൊരു ഫോമാണ്, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ ജനറൽ ടേം എന്ന് പറയുന്നത്, ഓൾജിബ്രൈക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലായിരിക്കും ഇരിക്കുന്നത്, എക്സ് എൻ ഈസ് ഈക്വൽ ടു എ എൻ പ്ലസ് ബി. ഇങ്ങനെയാണെങ്കിൽ എക്സ് എൻ ഈസ് ഈക്വൽ ടു എ എൻ പ്ലസ് ബി, ഇതൊരു ജനറൽ ഫോമാണ്. ആക്ച്വലി നമ്മളതിനെ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ജനറൽ ഫോമാണ് എക്സ് എൻ ഈസ് ഈക്വൽ ടു എ എൻ പ്ലസ് ബി എന്ന് പറയുന്നത്. ഇങ്ങനെ തന്നിരിക്കുകയാണെങ്കിൽ ഇതിൽ നിന്നും ഡയറക്റ്റായിട്ട് നമുക്ക് കോമൺ ഡിഫറൻസ് എഴുതാൻ പറ്റും. ഓക്കെ, ചിലപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടായിരിക്കും ചോദിക്കുന്നത്, ഇല്ല എങ്കിൽ ഇതുപോലെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ തന്നിട്ടും കോമൺ ഡിഫറൻസ് ചോദിക്കാം. ഇങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് എൻ ആയിരിക്കും, ദാറ്റ് ഈസ് എ ആയിരിക്കും, മറന്നു പോകരുത്. അപ്പോൾ ഈ ഒരു ഫോമിലാണ് തന്നിരിക്കുന്നതെങ്കിൽ, കണ്ടോ, എക്സ് എൻ ഈസ് ഈക്വൽ ടു എ എൻ പ്ലസ് ബി എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ കോമൺ ഡിഫറൻസ് നമുക്ക് ഡയറക്റ്റായിട്ട് എഴുതാൻ പറ്റും, വിച്ച് ഈസ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് എൻ, എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിരിക്കും, കണ്ടോ. അതുപോലെ ഫസ്റ്റ് ടേം എഴുതണമെങ്കിലും ഇങ്ങനെയാണ് തന്നിരിക്കുന്നതെങ്കിൽ ഞാൻ എക്സാമ്പിൾ തരാം. ഓക്കെ, ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ജസ്റ്റ് എ പ്ലസ് ബി ആയിരിക്കും ഫസ്റ്റ് ടേം, അതായത് എ എൻ പ്ലസ് ബി എന്ന് ജനറൽ ഫോം തന്നിരുന്നാൽ അതിൽ നിന്നും കോമൺ ഡിഫറൻസ് എഴുതാനായിട്ട് ഡി ഈസ് ഈക്വൽ ടു എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിരിക്കും, ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എ പ്ലസ് ബി ആയിരിക്കും. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ തരാം. എക്സാമ്പിൾ സി 3n മൈനസ് 1, ഇതാണ് നമ്മുടെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ. ഓൾജിബ്രൈക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഈ 3n മൈനസ് 1 ആണ്. ഇതിൽ നിന്നും നമുക്ക് ഡിയും എങ്ങനെയാണ് ഫസ്റ്റ് ടേം എന്ന് വെച്ചാൽ ഒറ്റയടിക്ക് നമുക്ക് എഴുതാം, ഡി എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് എൻ വിച്ച് ഈസ് 3, കണ്ടോ. ആൻഡ് ഫസ്റ്റ് ടേം എഫ് ഈസ്, നമ്മൾ എന്ത് പറഞ്ഞു, എ പ്ലസ് ബി എന്ന് പറഞ്ഞു അല്ലേ. ഹിയർ എ ഈസ് 3 ആൻഡ് ബി ഈസ് ആക്ച്വലി -1, കണ്ടോ. സോ 3 - 1 ഈക്വൽ ടു 2 ആയിരിക്കും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബി എന്ന് പറയുന്നത് നെഗറ്റീവായിരുന്നു, കണ്ടോ, -1 ആണ്. നമ്മുടെ ജനറൽ ഫോം എന്ന് പറയുന്നത് ഇതാണ്, എ എൻ പ്ലസ് ബി ആണ്. പക്ഷേ നമുക്കിവിടെ നമ്മുടെ ഈ ക്വസ്റ്റിനകത്ത് 3n മൈനസ് 1 ആണ്, കണ്ടോ. അപ്പോൾ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് അത് തന്നിട്ടുണ്ട്. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് എൻ, എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിരിക്കും ഡി എന്ന് പറയുന്നത്. എഫ് എന്ന് പറയുന്നത് കണ്ടോ എ പ്ലസ് ബി. ഞാൻ ഒരു എക്സാമ്പിളൂടെ എഴുതാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആകും. അപ്പോൾ 3n മൈനസ് 2 എന്ന് വെച്ചോ, അല്ലെങ്കിൽ 3n പ്ലസ് 2 എന്ന് എടുക്കാം. ഓക്കെ, ദിസ് ഈസ് എക്സ് എൻ, കണ്ടോ. ഇവിടെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുന്നത് 3 ആയിരിക്കും, ആൻഡ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 3 + 2 5 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ കഴിയും, കണ്ടോ. സോ ഇഫ് ദ ജനറൽ ഫോം ഈസ്, ദാറ്റ് ഈസ് ദ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ എക്സ് എൻ ഈസ് എ എൻ പ്ലസ് ബി, ദെൻ ഇഫ് എക്സ് എൻ ഇസ് ഈക്വൽ ടു എ എൻ പ്ലസ് ബി, ദെൻ common difference d is equal to a and first term f is equal to a plus b. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഓർമ്മിക്കുക, ജനറൽ ഫോം. അപ്പോൾ ജനറൽ ഫോം തന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് ടേം വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ജനറൽ ടേം തന്നിരുന്നാൽ ഏത് ടേം വേണമെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ആൻഡ് ഇതിൽ നിന്നും നമുക്ക് അടുത്ത് വരുന്ന ഒരു കാര്യമാണ് നമ്പർ ഓഫ് ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. നമ്പർ ഓഫ് ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഓക്കെ, അപ്പോൾ ഇതും നമ്മൾ യൂസ് ചെയ്യുന്നത് ആക്ച്വലി ഈ എക്സ് എൻ ഈസ് ഈക്വൽ ടു എഫ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി ഉണ്ടല്ലോ, ഇതിൽ നിന്നുമാണ് ആക്ച്വലി നമുക്ക് വേണ്ടത്. നമുക്ക് ഈ എൻ ആണ്, കണ്ടോ, എൻ ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും n - 1 ഇൻറ്റു ഡി ഈക്വൽ ടു
കണ്ടോ, അതിന് അവിടെ ഇട്ടിട്ട് നമുക്ക് എഫിനെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകും. എക്സ് എൻ മൈനസ് എഫ്. ഓർമ്മിക്കുക, എഫ് എന്ന് പറയുന്ന ഫസ്റ്റ് ടേം ആണ്. സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് ആസ് x1. കണ്ടോ, സോ ഇതിൽ നിന്നും n മൈനസ് 1 ഈസ് ഈക്വൽ ടു എന്ത് വരും? എക്സ് എൻ മൈനസ്, ഞാൻ എഫിന് പകരം x1 കൊടുക്കുന്നു, ഡിവൈഡഡ് ബൈ ഡി. കണ്ടോ, അപ്പോൾ n ഈസ് ഈക്വൽ ടു, n ആണ് നമുക്ക് വേണ്ടത്, എക്സ് എൻ മൈനസ് x1 ഡിവൈഡഡ് ബൈ ഡി പ്ലസ് 1. ആ പ്ലസ് 1 സെപ്പറേറ്റ് ആണ്, അതൊന്ന് ശ്രദ്ധിക്കണം. Okay, so number of terms of an arithmetic sequence, if the first term and the last term is known, we can easily find the number of terms of an arithmetic sequence xn minus x1 by d plus 1. Okay, so ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, നമ്പർ ഓഫ് ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഇതാണ്, n ഈസ് ഈക്വൽ ടു എക്സ് എൻ മൈനസ് എക്സ് 1 ബൈ ഡി പ്ലസ് 1. അതുപോലെ ഏതെങ്കിലും രണ്ട് പൊസിഷനകത്തുള്ള ടേംസ് തന്നിരിക്കുകയാണ്. അതായത് എയ്ത്ത് ടേം ഈസ് 15, 15th ടേം ഈസ് 8, then find the common difference d. ഇങ്ങനെ ചോദിച്ചാൽ ഏതെങ്കിലും രണ്ട് പൊസിഷനകത്ത് വരുന്ന ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് ഡി. കണ്ടോ, ഇതുപോലെ ഏതെങ്കിലും രണ്ട് ടേംസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഫോർമുലയാണ്, ഓർമ്മയുണ്ടോ? ഒരു റിലേഷൻ, ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അതായത് ടേം ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് എയ്ത്ത് ടേം അറിയാം, x8 മൈനസ് x15 ഡിവൈഡഡ് ബൈ കറസ്പോണ്ടിങ് പൊസിഷൻ തന്നെ എഴുതണം, തിരിഞ്ഞു പോകരുത്. ഓക്കെ, അതായത് ആദ്യം x8 ആണ് എഴുതുന്നതെങ്കിൽ ഡിനോമിനേറ്ററിൽ എന്ത് എഴുതുക? ആദ്യം 8 എഴുതുക. ഓക്കെ, സോ ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഇത് കോമൺ ഡിഫറൻസ്. നമുക്ക് ഏതെങ്കിലും രണ്ട് ടേംസ് ആണ് അറിയാവുന്നതെങ്കിൽ, ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ ഏതെങ്കിലും രണ്ട് ടേംസ് തന്നിട്ടുണ്ടെങ്കിൽ വി ക്യാൻ ഈസിലി ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ്. ഓക്കെ, ഡി ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഏതെങ്കിലും ഒരു ടേം ആ സീക്വൻസിലേതാണോ എന്ന് ചോദിക്കുമ്പോൾ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ n ഈസ് ഈക്വൽ ടു ആ ഫോർമുല. ഇപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞില്ലേ, n ഈസ് ഈക്വൽ ടു എക്സ് എൻ മൈനസ് എക്സ് 1 ബൈ ഡി പ്ലസ് 1. ഓക്കെ, ഇവിടെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിരുന്നു പൊസിഷൻ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഓക്കെ, മാറിപ്പോരുത്, ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് ആണ്. ഇഫ് എനി ടു ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഇസ് ഗിവൺ, ദെൻ വി ക്യാൻ ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ്. ഓക്കെ, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഓക്കെ, ആൻഡ് നമുക്ക് സമ്മിലേക്ക് വരാം. നമ്മുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് ചെയ്യാം. ഓക്കെ, സം വരുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർമ്മിച്ചിരിക്കേണ്ട ഒന്ന് രണ്ട് സംസ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ. സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, ദാറ്റ് ഈസ് 1 + 2 + 3 + എക്സെട്ര പ്ലസ് n വരുന്നുണ്ടെങ്കിൽ വിച്ച് ഈസ് n × n + 1/2. n × n + 1/2. ഇനി ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് വരെയാണ് 2 + 4 + 6 + എക്സെട്ര പ്ലസ് 2n. അതായത് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സം എന്ന് പറയുന്നത് n × n + 1 ആണ്. ഓക്കെ, ഇനി ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് വരെയാണ് 1 + 3 + 5 + എക്സെട്ര ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് nth ടേം എന്ന് പറയുന്നത് 2n - 1 ആണ് കേട്ടോ. ഇതിൻ്റെ സം എന്ന് പറയുന്നത് n² ആണ്. അപ്പോൾ ഇത്രയും ഒന്ന് ഫോർമുല ഓർമ്മിക്കുക. ഇത് നാച്ചുറൽ നമ്പേഴ്സാണ്, ഇത് നാച്ചുറൽ നമ്പേഴ്സാണ്. ഇതെന്താ? ഈവൻ നാച്ചുറൽ നമ്പേഴ്സാണ്, കണ്ടിന്യൂസ് ആയിരിക്കണം. ഇത് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്, സ്റ്റാർട്ടിങ് ഫ്രം 1 ആണ് കേട്ടോ. സ്റ്റാർട്ടിങ് ഫ്രം 1 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം n × n + 1/2, n × n + 1 ആണ്. ഈവൻ നമ്പേഴ്സിൻ്റെ ഓഡ് നമ്പേഴ്സിൻ്റേത് n² ആണ്. ഓക്കെ, ആൻഡ് സമ്മിൻ്റെ ഫോർമുല ഓർമ്മിക്കുക. Sn ഈസ് ഈക്വൽ ടു എന്താണ്? n/2 × 2f + n - 1 × d. ഇപ്പോൾ കുറേ വലിയ ഒരു സീക്വൻസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് സം കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഫോർമുലയാണ് ഇത്. ഓക്കെ, എന്താ? n/2 × 2f + n - 1 × d. ഓക്കെ, ആൻഡ് ഇപ്പോൾ കുറച്ച് ടേംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് അതിലിപ്പോൾ 5 + 10 + 15 +
20 + 25 ഇതിൻ്റെ സം കണ്ടുപിടിക്കണം. ഇങ്ങനെ ഇപ്പോൾ ഓഡ് നമ്പർ ഓഫ് ടേംസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാലേ ഇവിടെ എത്ര ടേംസ് ഉണ്ടോ നോക്കുക. കണ്ടോ 1 2 3 4 5 കണ്ടോ 5 ടേംസ് ഉണ്ട്. ഇൻറ്റു ആ മിഡിൽ ടേമിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇതായിരിക്കും നമുക്ക് സം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. 75 കണ്ടോ. അതായത് ഓഡ് നമ്പർ ഓഫ് ടേംസ്, കുറച്ച് ടേംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. കണ്ടോ ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സം എന്ന് പറയുന്നത് n ഇൻറ്റു മിഡ് ടേം, മിഡിൽ വരുന്ന ടേം. ഓക്കെ, n ഇൻറ്റു മിഡ് ടേം നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ നമുക്ക് ഈവൻ നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ, ഈവൻ നമ്പർ ഓഫ് ടേംസിന് നമുക്ക് എല്ലാ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും അറിയാമെങ്കിൽ മാത്രം. ഈവൻ നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ സം എന്ന് പറയുന്നത് SN എന്ന് പറയുന്നത് n/2 ഇൻറ്റു x1 + xn. ഇത് നമുക്ക് ഏത് നമ്പർ ഓഫ് ടേംസിന് യൂസ് ചെയ്യാം ഈ ഫോർമുല. ആക്ച്വലി അത് ഇതാ ഈ ഫോർമുലയിൽ നിന്നുമാണ് എടുത്തത് കേട്ടോ. ഇതിനെ നമുക്ക് f + n - 1 ഇൻറ്റു d എന്ന് എഴുതാമല്ലോ. കണ്ടോ, അതായത് 2fനെ f + f എന്ന് എഴുതി. കണ്ടോ, അപ്പോൾ ഇതിൽ ഈ സംഭവം എന്ന് പറഞ്ഞാൽ എന്താ ഫസ്റ്റ് ടേമാണ്. കണ്ടോ x1 ആൻഡ് ദിസ് ഈസ് nth ടേം x1 + xn. അതിൽ നിന്ന് തന്നെയാണ് അത് ആക്ച്വലി വന്നിരിക്കുന്നത്. ബട്ട് നമുക്ക് ഈവൻ നമ്പർ ഓഫ് ടേംസ് വരുമ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഓഡ് നമ്പർ ഓഫ് ടേംസ് വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് മെയിനായിട്ട് വരുന്ന ഫോർമുലകൾ. അതെല്ലാം ഓക്കെ ആയെന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ ആയോ?